തൃശൂർ എടത്തിരുത്തിയിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിലായി. വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്നാണ് അധികൃതരുടെ വിചിത്രമായ മറുപടി. തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ്. ഒരു സീസൺ നഷ്ടമാകുന്നതിനു പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട 8,40,000 രൂപയുമാണ് വെള്ളത്തിലായത്. വരന്തരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ വിതച്ചത് മുളച്ച ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാപ്പറമ്പിൽ. 70 ചാക്കോളം വിത്ത് നമ്മൾ വാങ്ങി. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എടുത്ത് നോക്കി. ഒരു ചാക്കിൽ നിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 80% മുള കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകർക്ക് ഈ വിത്ത് മുഴുവൻ വിതരണം ചെയ്തത്. വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു. പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിത്ത് ഗവേഷക കേന്ദ്രം അധികൃതർ കൈമലർത്തി. ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാന്ന്. പാടത്തിറങ്ങിയ വിത്ത് എങ്ങനെയാണ് കൊണ്ടു ചെല്ലുക എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിന്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ കൃഷി വെള്ളം കയറി നശിച്ചു. ഇതിന്റെ ഇൻഷുറൻസ് തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. ഓൾറെഡി നമുക്ക് ഏകദേശം 1 ഏക്കറിന് 12,000 രൂപ ചെലവ് വരുന്നുണ്ട്. വരമ്പ് കളയ്ക്കാനും ട്രാക്ടർ അടിക്കാനും നിലൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുടക്കി ഇതിൻ്റെ ഒരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി. ഇനിയിപ്പോൾ അവർ ഇനി അടുത്ത് വരുന്ന വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അത് കാരണം കൊണ്ട് അവർ ഇനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ടെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെപ്പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട്. സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ.